അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവൻ അവരുടെ കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് അവർ മൗനം അവലംബിച്ചു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ മാസം 22-ാം തീയതി വെള്ളിയാഴ്ച ഈ രാത്രിയിൽ നമ്മൾ ശുഭരാത്രി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹൃദയം തുറക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ആരുടേതാണ് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ആത്മാവിൽ ആരുടെ മുദ്രയാണ് പതിഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഒരു ദേശത്തിന്റെ കറൻസിയിൽ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കറൻസിയിൽ, നാണയത്തിലെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ മുദ്രയുണ്ടാകും. റിസർവ് ബാങ്ക് ഗവർണറുടെ സീലുണ്ടാകും. ആ രാജ്യത്തിന്റെ മുദ്രയുള്ള ആ കറൻസിയാണ് ആ രാജ്യത്തിലെ വിലയുള്ളത്. ആ രാജ്യത്തിന്റെ മുദ്രയില്ലാത്ത കറൻസി കൊണ്ട് ആ രാജ്യത്തിൽ, ഇന്ത്യയിൽ ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയില്ല. അത് ആ കറൻസി ആത്യന്തികമായി ആ രാജ്യത്തിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഇത് ഈ രാജ്യത്തിൻ്റെതാണ് എന്നതിൻ്റെ അടയാളമാണ് അതിലുള്ള അസീൽ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വർഗരാജ്യത്തിന്റെ മുദ്ര പതിപ്പിക്കപ്പെട്ടവരാണ്. നമ്മളിൽ ഓരോ മനുഷ്യനിലും ദൈവം ഒരു കയ്യൊപ്പ് വെച്ചിട്ടുണ്ട്. ആ കയ്യൊപ്പാണ് നമുക്ക് വില തരുന്നത്. ഇവൻ ദൈവരാജ്യത്തിന് വേണ്ടി ക്രയവിക്രയം ചെയ്യപ്പെടേണ്ട ഒരാളാണ്.
എന്റെ ജീവിതം ദൈവരാജ്യത്തിന് വേണ്ടിയാണ് വിനിമയം ചെയ്യപ്പെടേണ്ടത്. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ, ഞാനെന്ന് പറയുന്ന വ്യക്തി ചലിക്കേണ്ടത്, കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്, കൈകാര്യം ചെയ്യപ്പെടേണ്ടത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നമ്മളിൽ ചാർത്തപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ മുദ്രയായതുകൊണ്ട് നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുക. നിത്യതയുമായി ബന്ധപ്പെട്ട് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ആത്യന്തികമായി ഓരോ മനുഷ്യനും അവസാനം തിരിച്ചു വിളിക്കപ്പെടുന്നത് ഈ നിത്യതയുടെ രാജ്യത്തിലേക്കാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടേതല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെതാണ്, നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെതാണ്. നമുക്ക് വില തരുന്നത്, നമ്മുടെ വില നിശ്ചയിച്ചിരിക്കുന്നത്, നമ്മുടെ വില നിർണയിക്കുന്നത് നമ്മളല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരുമല്ല, ഈ ലോകവുമല്ല. നമ്മുടെ വില നിർണയിച്ചിരിക്കുന്നത് ദൈവമാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് ഓരോ നോട്ടിന്റെയും ഓരോ കറൻസിയുടെയും വില നിശ്ചയിക്കുന്നത് ആ രാജ്യമാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ അധികാരിയാണ് എന്നതുപോലെ ഒരു മനുഷ്യാത്മാവിന്റെ വില നിശ്ചയിക്കുന്നത് ദൈവമാണ്. ചില സമയങ്ങളിലെങ്കിലും നമ്മൾ മറ്റുള്ളവർ നമുക്കിടുന്ന വിലയെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാറുണ്ട്. അവൻ എനിക്ക് വില തന്നില്ല, അവൾ എനിക്ക് വില തന്നില്ല, അവൻ എന്നെ ഉപേക്ഷിച്ചു, അവൾ എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ശൂന്യത തോന്നുകയാണ്. അങ്ങനെ അവൾ ഉപേക്ഷിച്ചത് കൊണ്ട്, അവൻ ഉപേക്ഷിച്ചത് കൊണ്ട്, അവരെന്നെ പരിഗണിക്കാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് വിലയില്ലാതെയായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു ഭോഷത്വം ചില സമയങ്ങളിൽ മനുഷ്യനുണ്ടാകാറുണ്ട്. കർത്താവ് പറയുകയാണ്, നിന്നിൽ പതിഞ്ഞിരിക്കുന്നത് എന്റെ മുദ്രയാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ ആത്മാവിൽ മുദ്ര വെച്ചിരിക്കുന്നത് ഞാനാണ്. അത് ആ വിലയ്ക്ക് മാറ്റം വരികയില്ല. വേറൊരാൾ വിചാരിച്ചാൽ, വേറൊരു രാജ്യം വിചാരിച്ചാൽ നമ്മുടെ കറൻസിയുടെ ആ മൂല്യത്തിന് മാറ്റം കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നതുപോലെ നമുക്ക് ഒരു കറൻസിയിലുള്ള എഴുതിയിട്ടുള്ള 1000 എന്നോ 500 എന്നോ എഴുതിയിട്ടുള്ളത് നമുക്ക് മാറ്റി തേച്ച് കളയാൻ പറ്റില്ല. അതുപോലെ ദൈവം നമ്മിൽ പതിച്ചിരിക്കുന്ന, നീ ദൈവത്തിന്റെ പൈതലാണെന്ന ആ മുദ്ര, നിന്റെ വില ഓരോ മനുഷ്യന്റെയും, ഒരു ഈശോയാൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യന്റെ വില, അത് നീ ദൈവത്തിന്റെ കുഞ്ഞാണ്, നീ വിശ്വാസം വഴി ദൈവത്തിന്റെ മകളായി, ദൈവത്തിന്റെ മകളായി മാറിയിരിക്കുന്നു എന്ന ആ അമൂല്യമായ കാര്യം, ആ വില ഒരാൾക്കും മാച്ചു കളയാൻ പറ്റില്ല. ദൈവം നിന്നെ തന്റെ ഏകജാതനെ എന്നതുപോലെ സ്നേഹിക്കുന്നു. ദൈവം നിനക്ക് തന്റെ കുരിശു മരണത്തോളം വിലയിട്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു മനുഷ്യനെ എന്താണ് ഒരു വസ്തുവിന്റെ വില എന്ന് പറയുന്നത്? ആ വസ്തുവിനെ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വിലയാണ് ആ വസ്തുവിന്റെ വില. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഒരു പവൻ സ്വർണം വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ 60,000 രൂപ കൊടുക്കുന്നു. അതായത് 60,000 രൂപയാണ് ആ ഒരു പവൻ സ്വർണത്തിന്റെ വില. അതുപോലെ നമ്മെ വാങ്ങിക്കുന്നതിന് വേണ്ടി, നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത വിലയാണ് ഈശോയുടെ കുരിശ് മരണം, ഈശോയുടെ തന്നെ ജീവൻ. ഈശോയുടെ ജീവൻ കൊടുത്തിട്ടാണ് ദൈവം മനുഷ്യനെ വാങ്ങിയത്. അപ്പോൾ മനുഷ്യന്റെ വില എന്ന് പറയുന്നത് ഈശോയുടെ ജീവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മുദ്രയാണ്, നിന്റെ ഈ വിലയാണ് നിന്റെ ആത്മാവിൽ ഈശോയുടെ കുരിശു മരണത്തിന്റെ മുദ്രയാണ് കുഞ്ഞെ മാമോദീസ വഴി, മറ്റു കൂദാശകൾ വഴി നിന്റെ ശരീരത്തിലെ ഓരോ കോശത്തിലും പതിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ മുദ്രയാണ്, ഈ വിലയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടച്ച്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. എന്റെ ശരീരത്തിന്റെ ഓരോ കോശത്തിലും പതിഞ്ഞു കിടക്കുന്നത് രാജാവായ, ക്രൂശിതനായ, ഉദ്ധിതനായ,
ഈശോയുടെ മുദ്രയാണ് എന്ന ബോധ്യത്തോടെ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ നമ്മുടെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവർത്തികളിൽ ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ പ്രവർത്തിച്ചു പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ ചെയ്യാതിരിക്കുകയും ചെയ്തതിനെ ഓർത്ത് അനുതപിക്കുകയും ചെയ്യാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഇന്ന് നമ്മൾ സ്വീകരിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ഉണരാൻ സാധിച്ചത്, ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്, ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിച്ചത്, വചനം പഠിക്കാൻ സാധിച്ചത്, ഈ രാത്രിയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എല്ലാം ഓർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് ലഭിച്ച ഭൗതികമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയട്ടെ. ഇന്ന് ലഭിച്ച സൗഖ്യത്തെയോർത്ത് നന്ദി പറയട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾക്കല്ല, കർത്താവേ ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് തന്ന എല്ലാ നന്മകളെയും ഓർത്ത് കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് സ്തുതിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇന്ന് കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, ഹല്ലേലൂയ, ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ജീവിക്കാൻ സാധിച്ചത് ഈശോയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ ഒരു പൈതലാണെന്ന ബോധ്യത്തോടെ നിന്നെ തന്നെ കർത്താവിനൊന്ന് സമർപ്പിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ, പ്രവചന സ്വരത്തോടെ സ്തുതിക്കട്ടെ. ദൈവശക്തി ദൈവമക്കളുടെ മേൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നിന്നെ നവീകരിക്കട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നിന്നെ ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞേ, നീ ദൈവത്തിന്റെ സ്വന്തമാണെന്ന ബോധ്യം നിന്നിൽ ആഴത്തിൽ ഉറപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്നിൽ പതിഞ്ഞു കിടക്കുന്നത് ഈ ലോകത്തിന്റെ മുദ്രയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഈ ലോകത്തിന് സമർപ്പിക്കപ്പെടേണ്ട ഒരു കുഞ്ഞല്ല, നീ ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ട ഒരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിയോഗം കിട്ടിയവനാണ്, നിയോഗം കിട്ടിയവളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ് നിന്റെ ജീവിതത്തിന്റെ പ്രഥമ ലക്ഷ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മനുഷ്യന്റെയും അബ്സല്യൂട്ട് ആയിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിൽ ലയിച്ചു ചേരുക എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വിലയിട്ടിരിക്കുന്നത് ദൈവമാണെന്നതുപോലെ നിന്റെ സഹോദരന്, നിന്റെ സഹോദരിക്ക് വില നിശ്ചയിച്ചിരിക്കുന്നത് ദൈവം
ദൈവമാണെന്ന ബോധ്യത്തോടെ നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപരനിൽ ദൈവസാന്നിധ്യം കാണാൻ, അപരനിൽ ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ മുദ്ര പതിഞ്ഞു കിടക്കുന്നത് കാണാൻ കർത്താവ് നിനക്ക് കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിത പങ്കാളി ദൈവത്തിന്റെ മുദ്ര പതിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മക്കളുടെ മേൽ, കുടുംബാംഗ മാതാപിതാക്കളുടെ മേൽ, സഹോദരങ്ങളുടെ മേൽ ദൈവീക മുദ്ര, ദൈവ ചൈതന്യം പതിഞ്ഞു കിടക്കുന്നുണ്ടെന്നോർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗമാദരിക്കുന്ന, സ്വർഗം വിലമതിക്കുന്ന ഒരു മനുഷ്യനാണ് നീയും നിന്റെ ചുറ്റുപാടുമുള്ളവരും എല്ലാ മനുഷ്യരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വ്യവഹാരം ചെയ്യപ്പെടേണ്ടത്, നീ വിനിമയം ചെയ്യപ്പെടേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കൈമാറ്റം ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചിന്തയോർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് 7 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭൗതികമായ നിയോഗങ്ങളുടെ എല്ലാം ലക്ഷ്യവും ദൈവമഹത്വമായിരിക്കട്ടെ. ആത്മീയമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മീകമായ നിയോഗങ്ങളുടെ ലക്ഷ്യവും ദൈവമഹത്വമായിരിക്കട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ രാത്രിയിൽ നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. വളരെ പ്രത്യേകമായി വിവിധങ്ങളായ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്. ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവരുണ്ട്. കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ലാത്തവരുണ്ട്. തെരുവുകളിൽ അലയുന്നവരുണ്ട്. മദ്യത്തിനടിമപ്പെട്ടവരുണ്ട്. മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്നവരുണ്ട്. നിരാശയിലും ദുഃഖത്തിലും സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലും ആത്മഹത്യാ പ്രവണതകളിലും ഒക്കെ കഴിയുന്ന മനുഷ്യർ സ്വദേശത്തും വിദേശത്തും അന്യസംസ്ഥാനങ്ങളിലും ഒക്കെയായി കുടുംബങ്ങളിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന് ദൂരെ കഴിയേണ്ടി വരുന്ന മനുഷ്യർ, പഠിക്കാൻ പോയിട്ടുള്ളവർ, ജോലി അന്വേഷിച്ച് പോയിട്ടുള്ളവർ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, കിടപ്പ് രോഗികൾ, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗാവസ്ഥയിൽ കഴിയുന്നവർ, നാളെ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, പരീക്ഷകൾ നാളെ എഴുതുന്നവർ ഒക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ അഭിഷേകം ദേശത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ വന്നു നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധം നടക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 1000 ദിവസം കഴിഞ്ഞിട്ടും നീളുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, സമാധാനമുണ്ടാകാൻ. അതുപോലെ മണിപ്പൂരിലെ കലാപത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ചുകൊണ്ട് ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല ജനതകളുടെയും മേൽ ദിവ്യകാരുണ്യ ആശീർവാദം, ദിവ്യകാരുണ്യ ചൈതന്യം ഒരു മുദ്രയായി വന്ന് പതിയുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയേ
സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആനന്ദവും കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും വളർച്ചയും ഉയർച്ചയും സമൃദ്ധിയും നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി. നാളെ കൂടുതൽ ഊർജ്ജസ്വലരായി കർത്താവിന് വേണ്ടി ഉണർന്നെഴുന്നേൽക്കാൻ വേണ്ടി നന്നായി വിശ്രമിക്കുന്നൊരു രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.